നമസ്കാരം, ഞാൻ ബൈജു ദേവസി. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE, ഈ നാടിന്റെ ധൈര്യം. തെരഞ്ഞെടുപ്പ് ക്രമക്കേടിന്റെ പരീക്ഷണശാലയാക്കി തൃശൂരിനെ BJP മാറ്റിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. തൃശൂരിലെ വോട്ടർ പട്ടിക തയ്യാറാക്കിയത് വഞ്ചനാപരമായിട്ടാണെന്ന് VS സുനിൽകുമാർ. വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കുന്നതിനുള്ള സോഫ്റ്റ്വെയർ വോട്ട് ഇരട്ടിപ്പിന് ഇടയാക്കുന്നുവെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. അവണിശ്ശേരി പഞ്ചായത്തിലെ വോട്ടർ പട്ടികയിൽ 17 വോട്ടർമാരുടെ രക്ഷിതാവ് BJP പ്രാദേശിക നേതാവെന്ന് കണ്ടെത്തൽ. വിഭജന ഭീകരതാ ദിനാചരണം ഗവർണറുടെ ആഹ്വാനം. കേരളത്തിലെ സർവകലാശാലകളും കലാലയങ്ങളും തള്ളിക്കളഞ്ഞുവെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. സർവകലാശാലകളെ ശിഥിലീകരിക്കാൻ VC-മാർ കൂട്ടുനിൽക്കരുതെന്നും മന്ത്രി. ടോൾ നൽകിയിട്ടും ദേശീയപാത അതോറിറ്റി സേവനം നൽകുന്നില്ലെന്ന് സുപ്രീം കോടതി. സ്വന്തം അനുഭവം വിശദീകരിച്ച് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായി. ദേശീയപാത ചാലക്കുടിയിൽ തുടർച്ചയായ 4ാം ദിവസവും ഗതാഗതക്കുരുക്ക് യാത്രക്കാരെ വലച്ചു. INTUC ജില്ലാ ജനറൽ കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കാതെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചടങ്ങിൽ നിന്നും പിന്മാറി. VD സതീശനെ DCC പ്രസിഡന്റ് വിലക്കി തിരിച്ചയച്ചുവെന്നാരോപിച്ച് INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി രംഗത്ത്. 79ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിനൊരുങ്ങി രാജ്യം. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നാളെ നടക്കുന്ന ജില്ലാതല സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ മന്ത്രി ആർ ബിന്ദു ദേശീയ പതാക ഉയർത്തും. കുന്നംകുളം പന്തല്ലൂരിൽ മിന്നൽ ചുഴലിയിൽ വൻ നാശനഷ്ടം. ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് വൈദ്യുതി പോസ്റ്റ് വീണു. കൊടകര കനകമലയിൽ പാറമടയ്ക്ക് സമീപം മണ്ണിടിച്ചിൽ. വാർത്തകൾ വിശദമായി. ജനാധിപത്യം അട്ടിമറിക്കാനുള്ള BJP-യുടെയും RSS-ന്റെയും തന്ത്രമാണ് വോട്ട് അട്ടിമറിയെന്നും ഇതേക്കുറിച്ച് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തൃശൂരിൽ പറഞ്ഞു. CPI ഓഫീസിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലാകെ തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത പാതാളം വരെ താഴ്ന്നു പോയിരിക്കുന്നു. ജനാധിപത്യത്തിന്റെ മൗലിക പ്രമാണങ്ങൾ തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. സ്ഥാനത്തും അസ്ഥാനത്തും പ്രതികരിക്കുന്ന MP-യുടെ തികഞ്ഞ മൗനത്തിന്റെ കാരണം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ വോട്ട് അട്ടിമറി നടത്തിയതെന്നുള്ളതാണ്. BJP-ക്ക് വേണ്ടി ഇന്ത്യക്കകത്തും പുറത്തുനിന്നും ഇഷ്ടം പോലെ പണമൊഴുക്കിയിട്ടുണ്ട്. ജനാധിപത്യ അട്ടിമറിയുടെ പരീക്ഷണശാലയാക്കി BJP തൃശൂരിനെ മാറ്റി. തൃശൂരിലെ ഫ്ളാറ്റുകളിൽ ആയിരക്കണക്കിന് വോട്ടർമാരെ അനധികൃതമായി ചേർത്തിട്ടുണ്ടെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ശിലപോലും തോൽക്കുന്ന മൗനം, ആ മൗനം തൃശ്ശൂർ MPക്ക് ഒരു ശീലമല്ല. സ്ഥാനത്തും അസ്ഥാനത്തും എന്നും പറയൽ ശീലമാക്കിയ ആ നടൻ, അദ്ദേഹത്തിൻ്റെ എല്ലാ അഭിനയ പഠനങ്ങളെയും നമ്മളെല്ലാം കണ്ടവരാണ്. ആ നടൻ തൻ്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ഇത്തരം വിഷയങ്ങളെപ്പറ്റി പാലിച്ച കനത്ത മൗനത്തിൻ്റെ അർത്ഥമെന്താണ്? അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ മുൻകൈയിലാണ് ആ പാർട്ടി ഈ അട്ടിമറിയെല്ലാം ഇവിടെ ചെയ്തതെന്നാണ്. ജനാധിപത്യ ഹത്യയാണ്. അതിൻ്റെ പരീക്ഷണശാലയാക്കി അവർ മാറ്റി തൃശ്ശൂരിൻ്റെ കൂടി. തൃശ്ശൂരിലെ പല ഫ്ലാറ്റുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ആയിരക്കണക്കിന് വോട്ടർമാരെ ചേർത്തിട്ടുണ്ട്. RSS BJP നെറികേടിനെ തുറന്നുകാട്ടുന്നതിനായി ശനിയാഴ്ച തൃശൂരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും തുടർന്ന് LDF-മായി കൂടിയാലോചിച്ച് മറ്റ് സമരപരിപാടികൾ ആസൂത്രണം ചെയ്യുമെന്നും ബിനോയ് വിശ്വം അറിയിച്ചു. തൃശ്ശൂരിൽ ചെന്നായ വന്നു ആട്ടിൻ തൊലിട്ടുകൊണ്ട് ആ ചെന്നായെ ആടാണെന്നോർത്തുകൊണ്ട് കുറേ ആളുകൾ താണു വണങ്ങി അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തു. അതിൻ്റെ ഭാഗമായി അവർ ഒരു കാര്യം മറന്നുപോയി. ഈ വേഷം മാറി വന്ന ചെന്നായാകുന്നത് ഒരു പുസ്തകം മുഖേനയാണ്. ആ പുസ്തകത്തിൻ്റെ പേര് വിചാരധാര എന്നാണ്. ആ പുസ്തകം രാജ്യത്തിലെ ആഭ്യന്തര ശത്രുക്കളെ പറ്റി പറയുന്നുണ്ട്. ആ പുസ്തകം ഈ കേക്കേറ്റുവാങ്ങിയവർ, സ്വന്തം കിരീടം കണ്ട് കണ്ണു മഞ്ഞളിച്ചവർ, BJP-ക്കുണ്ടായ മനസാന്തരം കണ്ട് കണ്ണു നിറഞ്ഞവർ, അവർക്ക് വേണ്ടി വോട്ട് കൊടുക്കാനായി രഹസ്യമായും പരസ്യമായും ആഹ്വാനം മുഴക്കിയവർ, അവരെല്ലാം വായിക്കണം ആ പുസ്തകം. വഞ്ചനാപരമായാണ് ഇവിടുത്തെ വോട്ടർ പട്ടിക തയ്യാറാക്കിയതെന്ന് LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ പറഞ്ഞു. വഞ്ചനാപരമായ നിലയിലാണ് ഇവിടുത്തെ വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. തൃശ്ശൂർ പാർലമെന്റ് ഇലക്ഷന്റെ ഇലക്ടറൽ റോള് നീതിപൂർവമല്ലെന്ന് മാത്രമല്ല, വളരെ ഫ്രോഡായ നിലയിൽ BJP-യും RSS-ഉം വ്യാപകമായി പുറത്തു നിന്നുള്ള ഈ മണ്ഡലത്തേതല്ലാത്ത വോട്ടർമാരെ ചേർക്കുകയുണ്ടായി. ഞങ്ങളുടെ ഈ പറഞ്ഞ ടീമിൻ്റെ അന്വേഷണത്തിൽ വെളിവാക്കപ്പെട്ട ഒരു പുതിയ കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ പുറത്തുവിടുകയാണ്. അത് BJP-യുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ദീൻദയാൽ സ്മൃതി മന്ദിരത്തിൽ മാത്രം 10 വോട്ടുകൾ BJP ചേർത്തിട്ടുണ്ട്.
വോട്ട് ചേർത്തിരിക്കുന്ന തേക്കിൻകാട് വാർഡിലെ 42-ാം നമ്പർ ബൂത്തിൽ ഇവരെല്ലാവരും വീട്ടു നമ്പർ എന്ന് പറയുന്നത് ദീൻദയാൽ മന്ദിരം എന്നാണ്. വീട്ടു നമ്പർ ഇല്ല. ദീൻദയാൽ മന്ദിരം എന്ന് പറയുന്ന BJPയുടെ സംസ്ഥാന ജില്ലാ കമ്മിറ്റി ഓഫീസാണ്. അതിൽ വീട്ടു നമ്പർ പോലും കൊടുക്കാതെ 8 വോട്ടുകൾ, 2 വോട്ടുകൾക്ക് വീട്ടു നമ്പർ ഉണ്ട്, ബാക്കി 8 വോട്ടുകളും വീട്ടു നമ്പർ പോലും കൊടുക്കാതെ ദീൻദയാൽ മന്ദിരം എന്ന പേരിൽ മാത്രം വോട്ടുകൾ ചേർക്കപ്പെട്ടിരിക്കുകയാണ്. അവരാരും തന്നെ തൃശ്ശൂർ മണ്ഡലത്തിൽ താമസക്കാരായിട്ടുള്ള, ഈ നേരത്തെ പറഞ്ഞ പോലെ ഓർഡിനറി റെസിഡൻസ് ആയിട്ടുള്ള അല്ലാത്ത ആളുകളെ സ്വന്തം പാർട്ടി ഓഫീസിന്റെ അഡ്രസ്സിൽ തന്നെ BJP ചേർത്തിരിക്കുകയാണ്. ഇനി അതിൽ നിന്ന് ഒളിച്ചോടാൻ BJPക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മാത്രം 10 വോട്ടുകൾ ചേർത്തിട്ടുണ്ടെന്നും സുനിൽകുമാർ പറഞ്ഞു. സുനിൽകുമാറിന്റെ ഇലക്ഷൻ ഏജന്റായിരുന്ന KP രാജേന്ദ്രൻ, CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, മുൻ സെക്രട്ടറി KK വത്സരാജ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കുന്നതിനുള്ള സോഫ്റ്റ്വെയർ വോട്ട് ഇരട്ടിപ്പിന് ഇടയാക്കുമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റെ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ജോസഫ് ടാജറ്റെ ആവശ്യപ്പെട്ടു. തൃശൂർ DCC ഓഫീസിൽ TCVയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ രാഹുൽ ഗാന്ധി പുറത്തുവിട്ട വോട്ട് കൊള്ള, അത് തൃശ്ശൂരിൽ നിരവധി വെളിപ്പെടുത്തലുകളാണ് ഞങ്ങൾ വെളിപ്പെടുത്തിയതിന് ശേഷം പുറത്തു വന്നത്. സമാനമായ രീതിയിലുള്ള വോട്ട് ക്രമക്കേടിനെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. കാരണം സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെ സോഫ്റ്റ്വെയർ, ഇപ്പോൾ ഉള്ള സോഫ്റ്റ്വെയർ വെച്ച് വോട്ട് ചേർത്ത് വരുമ്പോൾ എല്ലാ പഞ്ചായത്തിലെയും വോട്ടർ പട്ടികയിൽ ഇരട്ട വോട്ടുകളുടെ വലിയ ബാഹുല്യമാണ് വരാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചേർത്തുമ്പോണ്ടായിരുന്ന സോഫ്റ്റ്വെയറിൽ ഒരു അപേക്ഷകൻ ഒരു വോട്ട് ചേർത്താൻ അപേക്ഷ കൊടുത്താൽ ആ അപേക്ഷയുടെ ERO ഹിയർ ചെയ്യുന്ന സമയം ID നമ്പർ, അപേക്ഷകൻ്റെ ID നമ്പർ ആ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്താൽ അപ്പം തന്നെ അത് ഏത് തദ്ദേശ സ്ഥാപനത്തിലാണ് അദ്ദേഹത്തിന് വോട്ട് നിലനിൽക്കുന്നതെന്നും അവിടെ നിന്നുള്ള വോട്ട് പുതുതായി ഇവിടെ ചേർത്താണെന്നും ആ വിവരം ആ തദ്ദേശ സ്ഥാപനങ്ങളിൽ ലഭിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് കൊടുത്തിരുന്നത്. അങ്ങനെ വരുമ്പോൾ ഇരട്ട വോട്ടിന് സാധ്യതയുണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ സോഫ്റ്റ്വെയർ മാറ്റിയപ്പോൾ ID വെച്ച് സെർച്ച് ചെയ്താലും എവിടെയാണെന്ന് അറിഞ്ഞാലും ആ വിവരം ആ സ്ഥാപനത്തെ അറിയിക്കാനുള്ള ഒരു മാർഗമുണ്ട്. അങ്ങനെ വരുമ്പോൾ ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ചേർത്താൻ പറ്റും, തെളിവ് കൊടുക്കും. അപ്പോൾ ഒരാൾക്ക് 1, 2, 3 സ്ഥലത്ത് വോട്ടുണ്ടാകും. സോഫ്റ്റ്വെയറിലെ ന്യൂനത വോട്ട് കൊള്ളയ്ക്ക് തക്കം പാർത്തിരിക്കുന്ന CPM BJP കക്ഷികൾക്ക് സുവർണാവസരമാകും. വിഷയത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ കളക്ടർക്കും കത്ത് നൽകിയതായും ജോസഫ് ടാജറ്റെ അറിയിച്ചു. അവണിശ്ശേരി പഞ്ചായത്തിലെ വോട്ടർ പട്ടികയിൽ 17 വോട്ടർമാരുടെ രക്ഷിതാവ് BJP പ്രാദേശിക നേതാവെന്ന് കണ്ടെത്തൽ. 69-ാം നമ്പർ ബൂത്തിലാണ് സംഭവം. നിയമവിരുദ്ധമായി വോട്ട് ചേർക്കൽ നടത്തിയിട്ടില്ലെന്ന് ആരോപണ വിധേയനായ CV അനിൽകുമാർ TCVയോട് പറഞ്ഞു. വോട്ട് ക്രമക്കേടെന്ന വിവാദം കത്തിപ്പടരുമ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്നത് അവണിശ്ശേരി പഞ്ചായത്തിൽ ഒരു വ്യക്തിയുടെ കീഴിൽ 17 വോട്ടുകൾ ചേർത്തു എന്നുള്ളതാണ്. ആ വ്യക്തിയുടെ പേര് അനിൽകുമാർ CV എന്നുള്ളതാണ്. അദ്ദേഹം BJP അവണിശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി അംഗമാണ്. അതുകൊണ്ട് തന്നെ BJP 17 പേരുകൾ ആ അനിൽകുമാറിൻ്റെ പേരുകൾ ക്രമവിരുദ്ധമായി ചേർത്തു എന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് TCV അവണിശ്ശേരിയിലെത്തിയത്. അവണിശ്ശേരിയിൽ പെരിഞ്ചേരിയിലെത്തിയപ്പോൾ ഈ പേരുകളിൽ ചേർത്ത സതീഷ് M, അതുപോലെ അശ്വതി AS, മറ്റൊന്ന് വിഷ്ണുപ്രസാദ് S, ഈ 3 പേരുകളുടെ പേരിലും അനിൽകുമാർ CV എന്നാണ് മഴ പെയ്യുന്നുണ്ട് കൂടെ അറിയാം. അനിൽകുമാർ CV എന്നാണ് ചേർത്തിട്ടുള്ളത്. എങ്ങനെയാണത് സംഭവിച്ചത്? താങ്കളുടെ പേര് സതീഷ് അല്ലേ? സതീഷ്. ഞാൻ ഇവിടെ 10-12 വർഷമായിട്ട് താമസിക്കുന്നതാണ്. വൈഫിനാണെങ്കിൽ ഇവിടെ അംഗനവാടി ജോലിയുണ്ട്. കുട്ടിയാണെങ്കിൽ തൃപ്രയാർ കോളേജിലാണ് പഠിക്കുന്നത്. പിന്നെ ഇങ്ങനെ ഇത് നിങ്ങളുടെ വീട്ടിൽ എത്ര വോട്ടുകളുണ്ട്? ഞങ്ങൾ 3 വോട്ട്. 3 പേര് ഒരു വീട്ടിലുള്ളവർ. ഈ അനിൽകുമാറിന്റെ കീഴിലാണ്, അവരുടെ വീട്ടിലെ അഡ്രസ്സിലാണ് ഈ വോട്ടുകൾ വന്നതെന്നാണ് ഒരു ആരോപണം വരുന്നത്. അതെങ്ങനെയാണ് സംഭവിച്ചത്? അത് എങ്ങനെയാണെന്ന് അറിയില്ല. അങ്ങനെ വരാൻ വഴിയില്ല. കാരണം ഞങ്ങൾ വോട്ട് 3 ഇവിടെ തന്നെ ഞങ്ങൾ ചെയ്യാറ് 10-12 വർഷമായിട്ട്. ഈ 17 പേരുടെയും വോട്ടുകൾ ചേർത്തു എന്ന് പറയുന്ന CV അനിൽകുമാറിനെ TCV കാണുകയുണ്ടായി. CV അനിൽകുമാറാണ് ഇവിടെ നിൽക്കുന്നത്. ഇതിൽ 3 പേര് താങ്കളുടെ വീട്ടിലും മറ്റ് 14 പേർ മറ്റു വീടുകളിലുമായി. എങ്ങനെയാണ് താങ്കളുടെ പേര് ഇവരോടൊപ്പം ചേരുന്നത്? ഞാൻ ഇവിടുത്തെ ഒരു പൊതുപ്രവർത്തകനാണ്. ഇവിടുത്തെ ഒരുവിധം എല്ലാവരും എന്നെ ആശ്രയിച്ചിട്ട് വരാറുണ്ട് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തുന്ന സമയത്ത്
ഇവർ എൻ്റെ അടുത്ത് വരും, നമ്മൾ പാർട്ടി എന്ന രീതിയിൽ അവരുടെ അടുത്ത് പോകും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ അതുൽമാധവാണ് ഈ നിൽക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ വോട്ട് ചേർത്താനായിട്ട് പ്രായം. നിങ്ങളുടെ വോട്ട് അനിൽകുമാർ വഴിയാണ് ചേർത്തത്? അതെ അതെ. എത്ര നാളായി? ഈ ലോക്സഭ ഇലക്ഷൻ സുരേഷ് ആ വോട്ടർ പട്ടികയിൽ അദ്ദേഹം പറയും എങ്ങനെയാണ് പേര് സമ്മതപൂർവ്വം ചേർത്തതാണ്? അതെ. ഇതിൽ താങ്കളുടെ ആരുടെയാണ് പേര് ചേർത്തിട്ടുള്ളത്? എൻ്റെ മകൻ്റെ അഭിനന്ദ്, അവൻ്റെ പേരാണ് ചേർത്തിട്ടുള്ളത്. അവന് 18 വയസ്സ് കഴിഞ്ഞപ്പോൾ എല്ലായിടും വന്നിട്ട് പറഞ്ഞു. നിങ്ങളുടെ അനുമതിയോടെയാണ്? താങ്കളുടെ ആരുടെ? അച്ഛൻ്റെ അമ്മയുടെയാണ് വോട്ട് ചേർത്തിട്ടുള്ളത്. ഞാൻ അനിയേട്ടനെ സമീപിച്ചിട്ട് ഞങ്ങൾ വോട്ട് ചേർക്കണം, അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചപ്പോൾ അനിയേട്ടനാണ് അതിനുള്ള സംവിധാനം ചെയ്തത്. ഇതാണ് വോട്ടർ പട്ടിക. 17 വോട്ടുകൾ ക്രമവിരുദ്ധമായി ഒരാളുടെ കീഴിൽ ചേർത്തു എന്ന് പറയുമ്പോൾ അതിൽ അനിൽകുമാർ CV ആണ് ചേർത്തത് എന്ന് പറയുന്നത്. അനിൽകുമാർ CV-യുടെ വീട്ടിലുള്ളതാണ് 3 വോട്ടുകൾ. മറ്റ് 14 വോട്ടുകൾ 5 വീടുകളിലായിട്ടുള്ളതാണെന്നാണ് പറയുന്നത്. അവണിശ്ശേരി പഞ്ചായത്ത് ഭരിക്കുന്നത് BJP ആണ്. BJP-യുടെ അവണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി C. നരേന്ദ്രൻ ചേരുകയാണ്. കോൺഗ്രസ് അല്ലെങ്കിൽ LDF പ്രവർത്തകർക്ക് കാര്യമായ സ്വാധീനമില്ലാത്തതുകൊണ്ട് ഈ പ്രദേശങ്ങളിൽ അത്തരമൊരു ജനസമ്പർക്കം അവർക്ക് നടത്താനോ വ്യാപകമായിട്ട് അങ്ങനെ ജനങ്ങളായിട്ട് ബന്ധപ്പെട്ട് വോട്ട് ചേർത്താനോ കഴിഞ്ഞിട്ടുണ്ടാവില്ല. എന്നാൽ മറ്റ് സ്ഥലങ്ങളിൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയും. എന്തായാലും ഇത്രയുമാണ് അവണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് BJP-യുടെ പ്രതിനിധി കൂടിയായ ഹരി C. നരേന്ദ്രനെ പറയാനുള്ളത്. ഇതാണ് ഉണ്ടായിട്ടുള്ള സംഭവം എന്നവർ വിശദീകരിക്കുന്നു. അനിൽകുമാർ CV എന്ന BJP പ്രവർത്തകന്റെ കീഴിൽ 17 വോട്ടുകൾ ചേർത്തു എന്നുള്ളത് TCയുടെ അന്വേഷണത്തിൽ മനസ്സിലാവുന്നത് ഒരു വീട്ടിലല്ല, അദ്ദേഹത്തിൻ്റെ ഉൾപ്പെടെ 6 വീടുകളിലായാണ് ഈ 17 വോട്ടുകൾ ചേർത്തിട്ടുള്ളത് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ളത് 3 വോട്ടുകൾ. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ഇത്തരം വിവാദങ്ങളും അതുപോലെ തന്നെയുള്ള പരാതികളും ഒക്കെ ഉയർന്നേക്കാം. TCVക്ക് വേണ്ടി അവണിശ്ശേരിയിൽ നിന്നും ക്യാമറമാൻ പ്രവീണിനോടൊപ്പം മുകേഷ് ലാൽ. ഇടവേള. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ Gold & Diamonds നിന്നും. SJ Gold & Diamonds, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചിലതൊന്നും ചിലർക്ക് അങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റം ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. ആടി സെയിലാ പോണ്ടേ? നമ്മൾ പോയി വാങ്ങിയില്ലേ സാരിയും ചുരിദാറൊക്കെ? അത് ഡ്രസ്സിന്റെ, ഇത് ഗോൾഡിന്റെയാ. ആദ്യത്തെ ജ്വല്ലറി ആടി സെയിലുമായി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിഗ് ആടി സെയിൽ. സെലക്ടഡ് ആഭരണങ്ങളുടെ പണിക്കൂലി കസ്റ്റമേഴ്സിന് സ്വയം തീരുമാനിക്കാം. ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി സൗജന്യം. വിവാഹ പാർട്ടികൾക്ക് 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ Gold & Diamonds നിന്നും. SJ Gold & Diamonds, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക് വീണ്ടും. വിഭജന ഭീകരതാ ദിനം ആചരിക്കണമെന്ന ഗവർണറുടെ ആഹ്വാനം കേരളത്തിലെ സർവകലാശാലകളും കലാലയങ്ങളും തള്ളിക്കളഞ്ഞുവെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു. സർവകലാശാലകളെ ശിഥിലീകരിക്കാൻ VC-മാർ കൂട്ടുനിൽക്കരുതെന്നും മന്ത്രി പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഉന്നതമായ മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മതനിരപേക്ഷതയുടെയും മതേതര സൗഹൃദത്തിന്റെയും ഇടങ്ങളാണ് കേരളത്തിലെ കലാലയങ്ങളെന്ന് യുവജനങ്ങൾ ഒരിക്കൽ കൂടി ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റമുണ്ടാകുന്ന സാഹചര്യത്തിൽ അതിനെ പിന്നോട്ട് വലിക്കാനും ക്യാമ്പസുകളെ അശാന്തിയിലേക്ക് നയിക്കാനുമുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇത് പ്രതിരോധിക്കാൻ കേരളത്തിലെ കലാലയങ്ങളും അക്കാദമിക് സമൂഹവും ഒറ്റക്കെട്ടായി നിന്നുവെന്ന് മന്ത്രി പറഞ്ഞു. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലും 250 കോടി രൂപയാണ് കിഫ്ബി പദ്ധതിയിലൂടെ ലാബ് കോംപ്ലക്സുകളുടെ വികസനത്തിനായിട്ട് നൽകിയിട്ടുള്ളത്. അതിനെ പുറകോട്ട് വലിക്കാനും ക്യാമ്പസുകളെ അശാന്തിയുടെ കേന്ദ്രമാക്കി തീർക്കാനും ബോധപൂർവമുള്ള പരിശ്രമങ്ങൾ നടക്കുന്നു എന്ന് കണ്ടുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ കേരളത്തിലെ കലാലയ സമൂഹങ്ങളും സർവകലാശാല അക്കാഡമിക് കമ്മ്യൂണിറ്റിയും ഒറ്റക്കെട്ടായി തന്നെ നിന്നു എന്ന അനുഭവമാണ് കലാപ ആഹ്വാനം തള്ളിക്കളഞ്ഞതിലൂടെ നമ്മുടെ വിദ്യാർത്ഥികൾ ചെയ്തിട്ടുള്ളത്. ഉന്നത വിദ്യാഭ്യാസ മേഖല മികവിന്റെ കേന്ദ്രങ്ങളായി മുന്നോട്ടു പോകുന്ന ഇക്കാലത്ത് ഛിദ്രവാസനകൾ പ്രോത്സാഹിപ്പിക്കുകയല്ല വേണ്ടത്. എല്ലാവരും യോജിച്ചുള്ള പ്രവർത്തനത്തിലേക്കാണ് വരേണ്ടതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. TCV ന്യൂസ്, തൃശൂർ. ജനാധിപത്യ വ്യവസ്ഥയിൽ മനുഷ്യർക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന വിധത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെന്ന് മന്ത്രി R. ബിന്ദു പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വ്യാപകമായി കള്ളവോട്ടുകൾ ചേർത്തുവെന്ന ആരോപണങ്ങൾ തെളിഞ്ഞുവരികയാണ്. കോർപ്പറേഷനിലെ ഒരു വനിതാ കൗൺസിലറുടെ മേൽവിലാസത്തിൽ കാസർഗോഡ് നിന്നും മലപ്പുറത്തു നിന്നുമുള്ള സംഘപരിവാർ നേതാക്കളുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചു.
തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ വളരെ ഉന്നതമായ നിലവാരം പുലർത്തിയിരുന്ന ഒരു രീതിയാണ് നമ്മൾ ഇന്ത്യയിൽ കണ്ടിട്ടുള്ളത്. പക്ഷേ സമീപകാലത്തായി വലിയ രീതിയിലുള്ള നാണക്കേട് അനുഭവിക്കേണ്ട സ്ഥിതിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വരുന്നത്. കള്ളവോട്ടുകൾ ചേർത്തതായിട്ടുള്ള ആരോപണം ഉയർന്നു വന്നിരിക്കുകയാണ്. ഈ രീതിയിൽ മേൽവിലാസക്കാരില്ലാത്ത വീട്ടിൽ ഏതൊക്കെയോ അന്യ ജില്ലകളിൽ നിന്നുള്ളവരെ പോലും വോട്ട് ചേർക്കാനായിട്ട് തയ്യാറായി എന്നുള്ളത് വളരെയധികം അപലപനീയമായ കാര്യമായിട്ട് തന്നെ കാണുകയാണ്. നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ മനുഷ്യർക്കുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെടുത്തി കളയുന്ന രീതിയിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് പട്ടികയിലെ കൃത്രിമത്വങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മതരാഷ്ട്ര നിർമ്മിതിക്കു വേണ്ടി ഏതറ്റം വരെ പോകാനും സംഘപരിവാർ തയ്യാറാകുമെന്നതിന്റെ സൂചനയാണ് ഇതെന്നും മന്ത്രി പറഞ്ഞു. ടോൾ നൽകിയിട്ടും ദേശീയപാത അതോറിറ്റി സേവനം നൽകുന്നില്ലെന്ന് സുപ്രീം കോടതി. റോഡിന്റെ അവസ്ഥ മോശം തന്നെയാണെന്ന് പറഞ്ഞ സുപ്രീം കോടതി സർവീസ് റോഡുകൾ മെച്ചപ്പെടുത്തുന്നില്ലെന്ന് വിമർശിച്ചു. പാലിയേക്കര ടോൾ പ്ലാസയിൽ ടോൾ പിരിവ് തടഞ്ഞ ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് ദേശീയപാത അതോറിറ്റി നൽകിയ ഹർജി പരിഗണിക്കവെയാണ് സുപ്രീം കോടതിയുടെ വിമർശനം. ടോൾ പിരിച്ച ശേഷം എന്തുകൊണ്ടാണ് റോഡ് നന്നാക്കാത്തത് എന്നും റോഡ് പണി പൂർത്തിയാകുന്നതിന് മുൻപ് എന്തിന് ടോൾ പിരിവ് തുടങ്ങി എന്നും സുപ്രീം കോടതി ആരാഞ്ഞു. ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും തമ്മിലുള്ള പ്രശ്നത്തിൽ എന്തിന് പൊതുജനം ബുദ്ധിമുട്ടണമെന്നും കോടതി വാക്കാൽ ആരാഞ്ഞു. ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് തടഞ്ഞ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് റദ്ദാക്കണമെന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ ആവശ്യം. ഹൈക്കോടതി വിധിയിൽ പിഴവുണ്ടെന്ന് ദേശീയപാത അതോറിറ്റി വാദിച്ചു. എന്നാൽ പണി പൂർത്തിയാകും മുൻപ് ടോൾ പിരിച്ചല്ലോ എന്ന് ചോദിച്ച ചീഫ് ജസ്റ്റിസ് സഹജഡ്ജി വിനോദ് ചന്ദ്രനെ കാര്യങ്ങൾ നേരിട്ടറിയാമെന്നും പറഞ്ഞു. കേസ് തിങ്കളാഴ്ച കോടതി വീണ്ടും പരിഗണിക്കും. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഹൈക്കോടതി ടോൾ പിരിവ് തടഞ്ഞ് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. എറണാകുളം തൃശൂർ ദേശീയപാതയിലെ പാലിയേക്കര ടോൾ പ്ലാസയിലൂടെ സഞ്ചരിച്ചപ്പോൾ നേരിട്ട് അനുഭവിച്ച ബുദ്ധിമുട്ട് വിശദീകരിച്ച് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായ്. ടോൾ പിരിച്ചിട്ട് റോഡ് നന്നാക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം അതോറിറ്റിയോട് ആരാഞ്ഞു. പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് നിർത്തലാക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ ദേശീയപാത അതോറിറ്റി നൽകിയ ഹർജി പരിഗണിക്കവെയാണ് ചീഫ് ജസ്റ്റിസ് വ്യക്തിപരമായ അനുഭവം പങ്കുവച്ചത്. ഒരു തവണ മാത്രമാണ് ആ റോഡിലൂടെ സഞ്ചരിച്ചിട്ടുള്ളത്. അന്ന് എസ്കോർട്ട് വാഹനം ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും തന്റെ വാഹനം കടന്നുപോകാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു. പാലിയേക്കര ടോൾ പിരിവ് സസ്പെൻഡ് ചെയ്ത നടപടിയിൽ സുപ്രീം കോടതി വാദം കേൾക്കുമ്പോൾ സംസ്ഥാന സർക്കാർ ടോളിന് എതിരായ നിലപാട് സ്വീകരിക്കണമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ആവശ്യപ്പെട്ടു. തൃശൂർ DCCയിൽ TCVയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ടോൾ നിരോധിച്ചതിനെ സംബന്ധിച്ച് അതിൻ്റെ അപ്പീൽ ഇന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഇന്ന് ബെഞ്ചിൽ വരികയാണ്. അവിടെ സംസ്ഥാന സർക്കാർ അവിടെ ഈ കേസിൽ ഹാജരാവും. കാരണം ഇത് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ്. ജനങ്ങളുടെ യാത്ര സുഗമമാക്കാനുള്ള ഉത്തരവാദിത്തം NHAയോടും അതുപോലെ തന്നെ കമ്പനിയോടൊപ്പം സംസ്ഥാന സർക്കാരും ഉത്തരവാദിത്തമുണ്ട്. ഇവിടെ ഈ ട്രൈപാർട്ടിയേറ്റ് എഗ്രിമെൻറ്റിൽ കക്ഷിയായ സംസ്ഥാന സർക്കാർ, അവിടെ കമ്പനിയും NHAയും അത് ഭംഗിയായി ചെയ്തില്ല, അത് സുഗമമായ യാത്രയ്ക്ക് പറ്റില്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കണ്ടെത്തിയിട്ടാണ് ഇതൊരു മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ സുപ്രീം കോടതിയിൽ കമ്പനിയും NHAയും കേസിന് പോകുമ്പോൾ സ്വാഭാവികമായും അതിനെ എതിർക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാർ അവിടെ മൗനം പാലിക്കുന്നത് കമ്പനിയെ സഹായിക്കാനാണ്. അതുകൊണ്ട് ഇന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ വരുന്ന കാര്യത്തിൽ അവർ ഹാജരായി അതിനെ എതിർക്കേണ്ടതാണെന്നാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ. എതിർക്കുന്ന നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ ടോളിനെ സംസ്ഥാന സർക്കാർ അനുകൂലമാണെന്ന് പറയേണ്ടി വരുമെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. മണ്ണുത്തി അങ്കമാലി ദേശീയപാതയിലെ ചാലക്കുടി മേഖലയിൽ ഗതാഗത കുരുക്ക് പതിവാകുന്നു. ചാലക്കുടി ടൗൺ, മുരിങ്ങൂർ, കൊരട്ടി, പേരാമ്പ്ര തുടങ്ങി എല്ലായിടത്തും ഒരുപോലെ വാഹനങ്ങൾ നിരത്തിൽ കുടുങ്ങിക്കിടന്നു. തിങ്കളാഴ്ച മുതൽ അനുഭവപ്പെട്ട ഗതാഗത സ്തംഭനമാണ് വ്യാഴാഴ്ചയോടെ രൂക്ഷമായത്. തൃശൂർ എറണാകുളം റൂട്ടിലായിരുന്നു ഏറെയും ഗതാഗത സ്തംഭനം. പുലർച്ചെ മുതൽ 100 കണക്കിന് വാഹനങ്ങൾ റോഡിൽ കിടന്നു. നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകുന്ന വാഹനങ്ങളുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. KSRTCയുടെ ദീർഘദൂര ബസ്സുകളും മണിക്കൂറുകളോളം റോഡിൽ കുടുങ്ങി.
ചാലക്കുടിയിൽ നിന്ന് മേലൂർ വെട്ടുകടവ് പാലം വഴി KSRTC ബസ്സുകളടക്കം വലിയ വാഹനങ്ങൾ ഇക്കുറി കടത്തിവിട്ടു. സാധാരണ ഗതാഗത സ്തംഭനം ഒഴിവാക്കുന്നതിന് ചെറിയ വാഹനങ്ങൾ മാത്രമേ മേലൂർ റോഡ് വഴി കടത്തിവിടാറുള്ളൂ. പക്ഷേ ഇതൊന്നും ഗതാഗതക്കുരുക്കിന് ശമനമുണ്ടാക്കിയില്ല. എല്ലാ മേൽപ്പാലങ്ങളിലും വാഹനങ്ങളുടെ നീണ്ട നിരയായിരുന്നു. ഇതിനൊപ്പം സർവീസ് റോഡുകളിലും ഗതാഗതം സ്തംഭിച്ചു. പ്രധാന സ്ഥലങ്ങളിൽ പോലീസ് എത്തി ഗതാഗതം നിയന്ത്രിച്ചിരുന്നു. TCV ന്യൂസ്, ചാലക്കുടി. DCC പ്രസിഡന്റിനെതിരെ ആഞ്ഞടിച്ച് INTUC ജില്ലാ പ്രസിഡന്റ് INTUC ജനറൽ കൗൺസിൽ ഉദ്ഘാടനം ചെയ്യാൻ തൃശൂരിലെത്തിയ പ്രതിപക്ഷ നേതാവ് VD സതീശനെ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് വിലക്കി തിരിച്ചയച്ചെന്ന് INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി. തൃശൂർ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച INTUC ജില്ലാ ജനറൽ കൗൺസിലിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിന് പേര് വന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഞാനിതിന് കുറച്ചുകൂടി ഏറി പറഞ്ഞാൽ ഒരുപക്ഷെ എനിക്ക് എന്തെങ്കിലും നാളെങ്കിലും ഒരു പാർട്ടിയുടെ എന്തെങ്കിലും ഒരു ചെറിയ പോസ്റ്റുകളുടെ അവസരങ്ങൾ തെറിക്കുമായിരിക്കും. ആ തുമ്മിയ തെറിക്കുന്ന മൂക്കൈക്ക് പ്രശ്നമല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ട്രേഡ് യൂണിയൻ രംഗത്ത് നിരന്തരമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് കണ്ടിട്ടെങ്കിലും ഇത് കേട്ടിട്ടെങ്കിലും ഇവർ നന്നാവാൻ ആഗ്രഹിക്കുമെങ്കിൽ അവരെ നന്നാവട്ടെ എന്ന് മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. തൃശൂർ ജില്ലാ DCC പ്രസിഡന്റിന്റെ പേര് വെക്കാത്തത് കൊണ്ടാണല്ലോ, അദ്ദേഹം പരാതി പറഞ്ഞ് പ്രതിഷേധിച്ചുകൊണ്ടാണല്ലോ പ്രിയപ്പെട്ട VD സതീശൻ പ്രതിപക്ഷ നേതാവ് തൃശൂരിന്റെ മണ്ണിൽ കാലുകുത്തി തിരിച്ചു പോകേണ്ടി വന്നത്. ഈ പാർട്ടിയുടെ ഒരു അനുഭവം എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ കൊള്ളാം. പാവപ്പെട്ട തൊഴിലാളികൾ, നിങ്ങൾ മുദ്രാവാക്യം വിളിച്ച് പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ, പാർട്ടി നേതാവിനെ സ്വീകരിക്കാനും നമ്മുടെ പ്രയാസങ്ങൾ പറയാനും കേൾക്കാൻ വേണ്ടി ക്ഷണിക്കുമ്പോൾ അത് മുടക്കാനിരിക്കുന്ന ആളുകൾ നാളെ ഈ പാർട്ടിക്ക് എത്രത്തോളം ഗുണം ചെയ്യും എന്നുള്ളത് നിങ്ങൾ ഓർത്താൽ നല്ലത്. ഒരു പരിപാടി വെച്ചാൽ മുടക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന ഫോട്ടോ മാനിയുള്ള റീൽസ് മാത്രം കാണുന്ന ആളുകളാണോ നമ്മുടെ പ്രസ്ഥാനത്തിന് ആവശ്യം? ജില്ലാ കൗൺസിലിലേക്ക് DCC പ്രസിഡന്റിനെ ക്ഷണിച്ചില്ലെന്ന് പറഞ്ഞ് ഉദ്ഘാടനം ചെയ്യാനായി തൃശൂരിലെത്തിയ പ്രതിപക്ഷ നേതാവിനെ വിലക്കി തിരിച്ചയക്കുകയായിരുന്നുവെന്ന് സുന്ദരൻ കുന്നത്തുള്ളി പറഞ്ഞു. ജില്ലയിൽ INTUC സംഘടിപ്പിച്ച ചില പരിപാടികളോട് DCC പ്രസിഡന്റ് നിഷേധാത്മകമായാണ് പെരുമാറിയത്. തൃശൂർ DCC പ്രസിഡന്റിനെ ഫോട്ടോ മാനിയ ആണെന്ന് പരിഹസിച്ചുകൊണ്ട് തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ തെറിക്കട്ടെയെന്നും സുന്ദരൻ കുന്നത്തുള്ളി വികാരഭരിതനായി പറഞ്ഞു. തുടർന്ന് നടന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ സുന്ദരൻ കുന്നത്തുള്ളിയുടെ ഉറച്ച നിലപാടിനെ INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ അഭിനന്ദിച്ചു. തൊഴിലാളി നേതാക്കൾ നിലപാടിൽ ഉറച്ച് സ്വന്തം മനസാക്ഷിക്കനുസരിച്ച് ധീരമായി പ്രവർത്തിക്കുന്നവരായിരിക്കണം. പാർട്ടിയുടെ കരുത്ത് INTUC ആണെന്ന് നേതാക്കൾ വിസ്മരിക്കരുത്. എല്ലാം മുടക്കുന്നവരായി നേതാക്കൾ മാറരുത്. വിട്ടുവീഴ്ചകൾ ചെയ്ത് പ്രവർത്തിക്കാൻ കഴിയണമെന്നും R ചന്ദ്രശേഖരൻ ഓർമ്മിപ്പിച്ചു. ആ നിലപാട് തലയുയർത്തിപ്പിടിച്ച് നിന്ന് എല്ലാ കാലത്തും എടുത്തിട്ടുള്ള പാരമ്പര്യമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ സുന്ദരനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. കേരളത്തിന്റെ ഊർജ്ജസ്വലനായ പ്രതിപക്ഷ നേതാവിനോട് ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിക്കുകയാണ്. തൃശ്ശൂരിൽ അദ്ദേഹം ഈ പരിപാടിക്ക് വേണ്ടി മാത്രം ഇവിടെ എത്തിയതാണ്. DCC പ്രസിഡന്റ് ടാജറ്റ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പരിഭവം പറഞ്ഞത് എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടാണ്. DCC ജനറൽ സെക്രട്ടറിയാണ് സുന്ദരനോട് പറഞ്ഞപ്പോഴാണ് എനിക്ക് ആകെ ഒരു കൺഫ്യൂഷൻ. DCC ജനറൽ സെക്രട്ടറി ഭാഗത്തൊരു പോരായ്മ ഉണ്ടെന്ന് തോന്നിയാൽ പോലും ഇപ്പൊ സുന്ദരനോട് പറഞ്ഞപ്പോ പോരായ്മയൊന്നുമില്ല. മുഖ്യാതിഥിയായി വെക്കുന്നു. രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തൊരു പരിപാടിയിൽ. അപ്പൊ അദ്ദേഹത്തിന് കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കി കൊടുക്കും എന്നുള്ളതാണ്. എനിക്ക് അദ്ദേഹത്തിന് അവസരം കിട്ടിയാൽ നമ്മുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മുഴുവൻ ആളുകളെയും, കോൺഗ്രസിന്റെ മുഴുവൻ ആളുകളെയും, തൃശ്ശൂരിൽ ഒരു 10 തൊഴിലാളികൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ 10 തൊഴിലാളികളുടെ അടുത്തേക്ക് ചെന്ന് ഈ പാർട്ടിക്ക് 15 വർഷം കേന്ദ്രത്തിലും 10 വർഷം കേരളത്തിലും അധികാരമില്ലാതെ പോയ ഈ പാർട്ടിക്ക് വേണ്ടി ആ 10 പേരുടെ അടുത്തേക്ക് വിളിക്കാതെ ചെന്ന് ആ തൊഴിലാളികളെയും കുടുംബങ്ങളെയും ഈ പാർട്ടിയോടൊപ്പം ചേർത്ത് നിർത്താൻ ചുമതലപ്പെട്ടവരാകണം പാർട്ടിയുടെ നേതാക്കന്മാർ. ദീർഘകാലം INTUCയുടെ ജില്ലാ പ്രസിഡന്റായിരുന്ന M മാധവനെ ജില്ലാ കൗൺസിലിൽ അനുസ്മരിച്ചു. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, INTUC ജില്ലാ ജനറൽ സെക്രട്ടറി TM കൃഷ്ണൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് KN നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. TCV തൃശൂർ. രാജ്യം നാളെ 79ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പിടഞ്ഞുമരിച്ച ധീരദേശാഭിമാനികളുടെ സ്മരണകളിൽ നാടെങ്ങും വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്കു മൃതിയേക്കാൾ ഭയാനകം. വള്ളത്തോളിന്റെ ഈ വരികളിൽ തെളിഞ്ഞു കാണാം ഒരു ജനതയുടെ അടങ്ങാത്ത സ്വാതന്ത്ര്യദാഹം. ഇന്ത്യൻ ജനതയെ അടിമകളാക്കി വെച്ചിരുന്ന സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം 1947 ഓഗസ്റ്റ് 14 അടിയറവ് പറഞ്ഞപ്പോൾ ലോകമെങ്ങുമുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് അത് ഊർജം പകർന്നു. ഓഗസ്റ്റ് 15 പുലരി ഇന്ത്യൻ ജനതയ്ക്ക് ആഘോഷങ്ങളുടേതായിരുന്നു. ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ജവഹർലാൽ നെഹ്റു അഭിമാനത്തിന്റെ ത്രിവർണ്ണ പതാക ഉയർത്തി. യൂണിയൻ ജാക്ക് താഴ്ത്തി തലകുനിച്ച് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു.
പക്ഷേ ഈ സുന്ദര നിമിഷത്തിനു വേണ്ടി എണ്ണമറ്റ സമരഭടന്മാർക്ക് സ്വന്തം ജീവിതങ്ങൾ ബലിയർപ്പിക്കേണ്ടി വന്നു. അഹിംസയിലൂന്നി ഗാന്ധിജി തെളിച്ച പാതയിലൂടെ ദേശീയ പ്രസ്ഥാനത്തിന് പിന്നിൽ അണിനിരുന്ന ധീരരായ ദേശാഭിമാനികളുടെ ജീവന്റെ വിലയാണ് ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. ഇന്ത്യയെ സ്വതന്ത്ര മതേതര ജനാധിപത്യ രാഷ്ട്രമാക്കി മാറ്റിയതിനു പിന്നിൽ ത്യാഗപൂർണമായ ഇന്നലകളുടെ ചോര ചിന്തിയ ഒരുപാട് ഏടുകളുണ്ട്. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്താൻ ഗാന്ധിജി ഉൾപ്പെടെയുള്ള നേതാക്കൾ രക്തസാക്ഷികളായി. ജാതിയുടെയും മതങ്ങളുടെയും ഭാഷകളുടെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും വൈവിധ്യത്തിനിടയിലും നാനാത്വത്തിൽ ന്യൂസ് ഡെസ്ക്. മലയാളി ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരം, സീരിയലുകളിലൂടെ സുപരിചിതനായ നവനീത് കൃഷ്ണ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു TCV ചാനലിലൂടെ. TCV ക്യാമ്പസ് ഓണം. തൃശൂർ ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിലെ ഓണാഘോഷം ഈ ഓണ ദിവസങ്ങളിൽ നിങ്ങൾക്കും കണ്ടാസ്വദിക്കാം. തിരുവോണം TCVയിൽ തത്സമയം നിങ്ങൾക്കും വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. കളിച്ചിരിയുമായി ഈ ഓണത്തിന് സുന്ദരിമാരെത്തുന്നു TCV ഓണക്കൂട്ടിൽ. ഓണവിപണിയിലെ രുചിക്കൂട്ടുകൾ തേടിയൊരു യാത്ര, ഓണ രുചിക്കൂട്ട്. തിരുവോണ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നിങ്ങൾ റെഡിയാണോ? കേൾക്കാൻ ഞങ്ങൾ റെഡി. തിരുവോണ ദിവസം രാവിലെ തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഓണം മലയാളികൾക്ക് സമ്മാനിച്ച ഒരുപാട് ഓർമ്മകളുണ്ട്. ആ കഥകളുമായി TCV പ്രത്യേക പരിപാടി തിരുവോണമുറ്റത്ത്. ഉത്രാട ദിവസം നിങ്ങളുടെ ഓണവിശേഷങ്ങൾ തത്സമയം പങ്കുവെക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാമിലൂടെ. ഓണത്തിന്റെ വരവറിയാൻ ഉത്രാടപ്പാച്ചിൽ കണ്ടാൽ മതി. ഉത്രാടപ്പാച്ചിൽ കാഴ്ചകൾ TCVയിലൂടെ ആസ്വദിക്കാം. ഈ ഓണം കളറാക്കാം TCVക്കൊപ്പം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. തൃശൂർ സിറ്റിയിലെ 8 പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് അർഹത. സബ് ഇൻസ്പെക്ടർ TO ജെയ്സൺ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ VM ശ്രീജിത്ത്, സബ് ഇൻസ്പെക്ടർ ക്ലീറ്റസ് ജോസഫ് V, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ K സുധീർ ബാബു, സിവിൽ പോലീസ് ഓഫീസർ S ലാലു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ AB ഷിഹാബുദ്ദീൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ PV വിനീഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ CG മധുസൂദനൻ എന്നിവരാണ് പോലീസ് മെഡലിന് അർഹരായത്. കുന്നംകുളം പന്തല്ലൂരിൽ മിന്നൽ ചുഴലിയിൽ വൻ നാശനഷ്ടം. മെയിൻ റോഡിൽ നിന്നും പന്തല്ലൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് വൈദ്യുതി പോസ്റ്റ് വീണു. പന്തല്ലൂർ സ്വദേശി സൈമന്റെ ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്കാണ് വൈദ്യുതി പോസ്റ്റ് വീണത്. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വിവിധ പറമ്പുകളിലെ നിരവധി തെങ്ങുകളും മരങ്ങളും കടപുഴകി വീണു. പെട്ടെന്നുണ്ടായ ശക്തമായ കാറ്റ് 5 മിനിറ്റിലധികം നീണ്ടുനിന്നു. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. മേഖലയിൽ വൈദ്യുതി ബന്ധം മണിക്കൂറുകളോളം നിലച്ചു.
ആണത്തമുണ്ടെങ്കിൽ കെ സുരേന്ദ്രൻ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ മത്സരിക്കാൻ തയ്യാറുണ്ടോ എന്ന് കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ. വോട്ട് കൊള്ളയ്ക്കെതിരെ പോരാടുന്ന രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി കോൺഗ്രസ് സംഘടിപ്പിച്ച ഫ്രീഡം ലേറ്റ് നൈറ്റ് മാർച്ചിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുരേന്ദ്രൻ തൂങ്ങിച്ചെത്തില്ല എന്ന് മാത്രമല്ല, ആ കേസ് പിൻവലിച്ച് കണ്ടം വഴിക്ക് ഓടുകയാണ് സുരേന്ദ്രൻ ചെയ്തത്. മനസ്സിലായല്ലോ? ആ സുരേന്ദ്രൻ പറയുകയാണ്, നിങ്ങൾക്ക് തൂങ്ങിച്ചെത്തൂടത്. എന്ത് മര്യാദയാണ്, എന്ത് ഭാഷയാണിത്? എന്നിട്ട് ഒരു വെല്ലുവിളിയാണ്. എന്താ വെല്ലുവിളി? UDF-നോടൊരു വെല്ലുവിളി. തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ അടുത്ത തവണ നരേന്ദ്രമോദിയുടെ കാലം ഇന്ത്യ രാജ്യത്ത് കഴിയാറായതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പിന്തുണ എന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു. രാഷ്ട്രീയ മര്യാദയെക്കുറിച്ച് തന്നെ ട്യൂഷൻ എടുക്കാനുള്ള വലിപ്പം പത്മജ വേണുഗോപാലിനായിട്ടില്ലെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു. ഫ്രീഡം ലേറ്റ് നൈറ്റ് മാർച്ച് ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, മുൻ DCC പ്രസിഡന്റുമാരായ MP വിൻസെന്റ്, ജോസ് വള്ളൂർ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാനതല സ്വാതന്ത്ര്യദിനാഘോഷം തൃശൂരിൽ നടന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ R. ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് PK ശ്രീമതി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി CS സുജാത, സംഗീത നാടക അക്കാദമി ചെയർമാൻ കരിവള്ളൂർ മുരളി, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് സൂസൻ കോടി, KR വിജയ, P. സതീദേവി തുടങ്ങിയവർ സംസാരിച്ചു. മാള ആളൂരിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിന് തീപിടിച്ചു. മാളയിൽ നിന്ന് തൃശൂരിലേക്ക് പോയ ഫാസ്റ്റ് പാസഞ്ചർ ബസിന്റെ മുൻഭാഗത്താണ് തീപിടിച്ചത്. ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് പ്രാഥമിക നിഗമനം. യാത്രക്കാർ ഉടൻ ബസ്സിൽ നിന്നും ഇറങ്ങിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കൊടകര പാറേക്കാട്ടുകരയിൽ ഓടിക്കൊണ്ടിരുന്ന കണ്ടെയ്നർ ലോറിക്ക് തീപിടിച്ചു. ഈറോഡിൽ നിന്ന് പാറേക്കാട്ടുകരയിലെ കിടക്ക നിർമ്മാണശാലയിലേക്ക് നിർമ്മാണ സാമഗ്രികളുമായി വന്ന ലോറിക്കാണ് തീപിടിച്ചത്. വൈദ്യുതി ലൈനിൽ തട്ടിയതിനെ തുടർന്നാണ് തീപിടുത്തമുണ്ടായതെന്ന് സംശയിക്കുന്നു. കൊടകര സഹൃദയ കോളേജിന് സമീപത്ത് വെച്ച് ലോറിയുടെ പുറകുവശത്ത് നിന്ന് പുക ഉയരുന്നത് കണ്ട് പുറകെ വന്ന ബൈക്ക് യാത്രക്കാരൻ ലോറി ഡ്രൈവറെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഡ്രൈവർ ഭാഗ്യരാജ് വീടുകൾ കുറവുള്ള ഭാഗത്ത് ലോറി നിർത്തി. ചാലക്കുടിയിൽ നിന്ന് 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന സാർവദേശീയ സാഹിത്യോത്സവം 2ാം പതിപ്പിന് ഞായറാഴ്ച തുടക്കമാകും. 5 ദിവസം നീണ്ടു നിൽക്കുന്ന സാഹിത്യോത്സവം 21-ന് സമാപിക്കും. 17-ന് രാവിലെ 10-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർവദേശീയ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്യുമെന്ന് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് പ്രൊഫസർ K. സച്ചിദാനന്ദൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കലാ സാംസ്കാരിക പരിപാടികൾ ഉൾപ്പെടെ 70ഓളം സെഷനുകളായാണ് സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നത്. സംവാദങ്ങൾ, പ്രഭാഷണങ്ങൾ, സംഭാഷണങ്ങൾ, കുട്ടികളുടെ സാഹിത്യോത്സവം, കലാപരിപാടികൾ, നാടകം തുടങ്ങിയവ 3 വേദികളിലായി അരങ്ങേറും. മലയാളത്തിലെ ഒട്ടുമിക്ക എഴുത്തുകാർക്കും പുറമെ പലസ്തീൻ കവിയും പത്രപ്രവർത്തകയുമായ അസ്മ അസൈസി, ടിബറ്റൻ കവിയും ആക്ടിവിസ്റ്റുമായ ടെൻസിൻ സുണ്ടു, നേപ്പാളി കവികളായ ഭുവൻ തപാലിയ, അമർ ആകാശ് എന്നിവരും പങ്കെടുക്കും. ഗാനസന്ധ്യ, നാടകം, നൃത്തനൃത്യങ്ങൾ, മറത്തുകളി തുടങ്ങിയവ സാഹിത്യോത്സവത്തിൻ്റെ ഭാഗമായി അരങ്ങേറും. സാഹിത്യോത്സവത്തിനോടനുബന്ധിച്ച് MTയുടെ മഞ്ഞ്, നാലുകെട്ട് എന്നീ നോവലുകളെ അടിസ്ഥാനമാക്കി ഒരുക്കുന്ന ഫോട്ടോഗ്രാഫി പ്രദർശനം തൃശൂർ ഫൈൻ ആർട്സ് കോളേജിൽ നടക്കും. 21-ന് ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചരുവിൽ, സെക്രട്ടറി CP അബൂബക്കർ, PK മിനി, KS സൗമ്യ, KS സുനിൽകുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. TCV തൃശൂർ. മതിലകത്ത് അങ്കണവാടി ജീവനക്കാരിയുടെ സ്വർണമാല കാക്ക കൊത്തിക്കൊണ്ടുപോയി. കാക്കയെ കല്ലെറിഞ്ഞ് മാല തിരിച്ചെടുത്ത് നാട്ടുകാർ. മതിലകം 13-ാം വാർഡിലെ 77-ാം നമ്പർ ശിശുഭവൻ അംഗൻവാടി വർക്കർ ഷേർലി തോമസിന്റെ 3.5 പവൻ സ്വർണമാലയാണ് അംഗനവാടിയുടെ കോണിപ്പടിയിൽ നിന്ന് കാക്ക കൊത്തിക്കൊണ്ടുപോയത്. രാവിലെ അംഗനവാടി തുറന്ന് വൃത്തിയാക്കുന്നതിനിടയിൽ ഷേർലി തോമസ് മാല ഭക്ഷണപ്പൊതിയോടൊപ്പം കോണിപ്പടിയിൽ ഊരിവെച്ചു. ഇതിനിടെയാണ് കാക്ക മാല കൊത്തിപ്പറന്നത്. ഇത് കണ്ട ഷേർലി ഉറക്കെ നിലവിളിച്ചു. കരച്ചിൽ കേട്ട് തൊട്ടടുത്ത റോഡിൽ കുട്ടികളെ സ്കൂൾ ബസ്സിൽ കയറ്റാൻ നിന്നവരും നാട്ടുകാരും മാലയ്ക്കായി കാക്കയുടെ പിന്നാലെ ഓടി. കാക്ക തൊട്ടടുത്ത മരത്തിലിരുന്നതോടെ നാട്ടുകാരിൽ ഒരാൾ കല്ലെടുത്തെറിഞ്ഞ് കാക്കയുടെ കൊക്കിൽ നിന്നും സ്വർണമാല വീഴ്ത്തി തിരികെ നൽകുകയായിരുന്നു. എന്തോ ശബ്ദം കേട്ട് നോക്കിയപ്പോൾ കാക്ക എൻ്റെ മാല കൊത്തി ഇങ്ങനെ പറന്നുകൊണ്ട് പോണ്.
അപ്പോൾ ഞാൻ അവിടെ നിന്ന് വിഷമിച്ച് കരഞ്ഞ് കൈയൊട്ടിയൊക്കെ വരികയാണ് ഇങ്ങനെ കാക്ക താഴ്ത്തിടാൻ വേണ്ടി. അപ്പോഴേക്കും സ്കൂൾ ബസ് വന്ന സമയമായിരുന്നു. കുട്ടികളും മാതാപിതാക്കളും പിന്നെ അതിൽ കൂടി പോണവരൊക്കെ ഉള്ള കാരണം എൻ്റെ ശബ്ദം കേട്ട് അവരും ഇങ്ങോട്ട് ഒച്ചയെടുത്ത് വന്നപ്പോൾ കാക്ക അത് താഴെ ഇട്ട് കാക്ക പറന്നു പോയി. അവരൊക്കെ കൂടി ഓടി വന്ന് ഒച്ചയെടുത്ത് ബഹളം വെച്ച് എനിക്ക് സാധനം തിരിച്ചു കിട്ടി. നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ മാല തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് ഷേർലി തോമസ്. TCV ന്യൂസ്, കയ്പമംഗലം. കേന്ദ്ര സർക്കാരിന്റെ കോർപ്പറേറ്റ് അനുകൂല നയങ്ങൾക്കെതിരെ ട്രേഡ് യൂണിയൻ സമിതിയും കർഷക കോൺഗ്രസും സംയുക്തമായി പ്രകടനം നടത്തി. തൃശൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പൂലുവളപ്പിൽ ഉദ്ഘാടനം ചെയ്തു. INTUC റീജിയണൽ പ്രസിഡന്റ് നളിനാക്ഷൻ അധ്യക്ഷത വഹിച്ചു. INTUC ജില്ലാ സെക്രട്ടറി മോഹനൻ നാടോടി, B ശശിധരൻ, TN നമ്പീശൻ, PU ചന്ദ്രശേഖരൻ, ജോർജ് പന്തല്ലൂക്കാരൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി ജോഫി മാത്യുവും ഓണററി സെക്രട്ടറിയായി KR സുരേഷ്, ട്രഷററായി VC വിനോദ്, സീനിയർ വൈസ് പ്രസിഡന്റായി K ജോയ് വർഗീസ് എന്നിവരെയും തെരഞ്ഞെടുത്തു. അടിത്തട്ടിലെ പാറയും കടൽ മാക്രിയും വില്ലന്മാരാകുന്നു. വലയും തൊഴിലും നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ. അഴീക്കോട് നിന്നും മത്സ്യബന്ധനത്തിന് പോകുന്ന പല വള്ളങ്ങൾക്കും വല നഷ്ടപ്പെടുന്ന അവസ്ഥയാണുള്ളത്. കടലിന്റെ അടിത്തട്ടിലുള്ള പാറകളിൽ ഉടക്കി വല നശിക്കുന്നത് പതിവാണ്. ഇതിനിടെ കടൽ മാക്രികളുടെ ആക്രമണം ശക്തമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആഞ്ജനേയൻ എന്ന ഇൻബോർഡ് വള്ളത്തിലെ 1000 കിലോയോളം വല നശിച്ചു. പാറയിൽ കുരുങ്ങി വലിയൊരു ഭാഗം വല നശിച്ചപ്പോൾ കടൽ മാക്രി കൂട്ടം കയറി ബാക്കി വലയും ഉപയോഗശൂന്യമാക്കി. വലയ്ക്ക് പുറമെ റോപ്പ്, EM എന്നിവയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 9 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി തൊഴിലാളികൾ പറഞ്ഞു. ഞങ്ങളുടെ റോപ്പിന് ഉൾപ്പെടുത്തുന്നു തോന്നി. അപ്പോൾ അടിയിലൊന്നും പിടിച്ചേക്കണം. ഞങ്ങളെ സംശയം മുഴുവൻ കണ്ടെയ്നറാണെന്ന്. അങ്ങനെ അതുമായിട്ട് ഞങ്ങൾ കിടന്ന് ഒരുപാട് നേരം കിടന്ന് കുസ്തിടിക്കുന്നു. ഞങ്ങൾ 48 പേര് വളർത്തുന്നുണ്ടായിരുന്നു. 48 പേരും ഞങ്ങളെ കയറിയുള്ളൂ. അങ്ങനെ 2 വള്ളം. വീണ്ടും പോയി ഞങ്ങൾ ഒരു വള്ളത്തിന് വിളിച്ചുകൊണ്ടിരുന്നു. വേർലെസ്സിൽ വിളിച്ചിട്ട് കിട്ടാണ്ടപ്പോൾ കയറിയത് പോയി നേരിട്ട് വിളിച്ചിട്ട് വന്നിട്ട് ആ വള്ളം കൂടി 50 പേരും കൂടി സഹായിച്ചിട്ടാണ് ഞാൻ കാണുന്നത് കിട്ടുന്നത്. 9 ലക്ഷം രൂപയിൽ നഷ്ടം വരും. അപ്പോൾ ബാക്കി ഉണ്ടായ പോലെയൊക്കെ മാക്രി കടൽ മാക്രി എന്ന് പറഞ്ഞ സാധനമുണ്ട്. പുറത്തിൽ നമ്മൾ കുളത്തിലൊക്കെ കാണുന്ന സാധനം പുറത്തിൽ വലുത് ഇത്രയൊക്കെ നീളമുണ്ടോ. ഇത് കടൽ മാക്രിയൊക്കെ അടിച്ച് മറ്റുള്ള വലകളും ടോപ്പുകളും ഒക്കെ ചീത്ത. ആഞ്ജനേയൻ വള്ളത്തിൽ 50 തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട്. ഇവർക്കെല്ലാം തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെടുകയാണ്. ഇത്തരത്തിൽ നിരവധി വള്ളങ്ങൾക്ക് വലയും അനുബന്ധ സാമഗ്രികളും നഷ്ടപ്പെടുന്നുണ്ട്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. പുതുക്കാട് നിന്നും കാണാതായ വയോധികന്റെ മൃതദേഹം പാലക്കാട് അഗളിയിലെ വനത്തിൽ നിന്നും കണ്ടെത്തി. തൃക്കൂർ സ്വദേശി കണ്ണമ്പുഴ തോമസിനെയാണ് മുക്കാലി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന് സമീപത്തെ വനത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിറക് ശേഖരിക്കാൻ പോയ ആദിവാസികളാണ് മൃതദേഹം കണ്ടത്. തുടർന്ന് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. ബന്ധുക്കളെത്തിയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. ജൂലൈ 31 തൃശൂർ പുത്തൻപള്ളിയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങിയ തോമസിനെ പിന്നീട് കാണാതാവുകയായിരുന്നു. ഈ മാസം 1 തോമസിന്റെ മകൾ അൽഫോൺസയുടെ പരാതിയിൽ പുതുക്കാട് പോലീസ് കേസെടുത്തിരുന്നു. ചെങ്ങാലൂർ സ്നേഹപുരത്തുള്ള മകൾ അൽഫോൺസയുടെ വീട്ടിലായിരുന്നു തോമസ് താമസിച്ചിരുന്നത്. 1.5 വർഷമായി ഇരുട്ടിലായിരുന്ന വനവാസി കുടുംബത്തിന് വെളിച്ചം നൽകി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. മറ്റത്തൂർ കാരിക്കടവ് ട്രൈബൽ സെറ്റിൽമെന്റിൽ താമസിക്കുന്ന ശിവൻ ബിന്ദു ദമ്പതികളുടെ വീട്ടിലാണ് 1.5 വർഷമായി വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചിരുന്നത്. ട്രൈബൽ സെറ്റിൽമെന്റിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി സ്ഥാപിച്ച മോട്ടോർ ഉപയോഗിക്കുന്നതിന് വൈദ്യുതി നൽകിയതിന്റെ കുടിശ്ശിക അടയ്ക്കാത്തതിനാലാണ് വൈദ്യുതി വിച്ഛേദിച്ചത്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് പഞ്ചായത്തിനെയും മറ്റു വകുപ്പുകളെയും സമീപിച്ചിട്ടും ഫലമുണ്ടായില്ല. വിവരം സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും കുടിശ്ശികയും പലിശയും ചേർത്ത് 60,142 രൂപ അടയ്ക്കുകയും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി രാജേഷ് നായർ, BJP എറണാകുളം മേഖലാ പ്രസിഡന്റ് A നാഗേഷ്, P ഗോപിനാഥ്, കൃഷ്ണദത്ത് എന്നിവർ വീട് സന്ദർശിച്ചു. തൃശൂർ കോർപ്പറേഷൻ കുടുംബശ്രീ CDS 1 ISO 901 9001/2015 അംഗീകാരം ലഭിച്ചു. ISO സ്റ്റേജ് 2 ഓഡിറ്റ് വിജയകരമായി പൂർത്തിയാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ISO സർട്ടിഫിക്കറ്റ് ലഭിച്ചത്. CDS ചെയർപേഴ്സൺ സത്യഭാമ വിജയൻ, സെക്രട്ടറി VT അജിത തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ചാമക്കാല ശ്രീനാഥ് കൊലപാതക കേസിലെ പ്രതി 22 വർഷത്തിനു ശേഷം അറസ്റ്റിലായി. കയ്പമംഗലം കൂരിക്കുഴി സ്വദേശി പാണ്ടികപ്പറമ്പിൽ വീട്ടിൽ അജയനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ബാംഗ്ലൂർ വിമാനത്താവളത്തിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. കേസിലെ 6 പ്രതികളെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE
ഈ നാടിന്റെ ധൈര്യം. തെരഞ്ഞെടുപ്പ് ക്രമക്കേടിന്റെ പരീക്ഷണശാലയാക്കി തൃശൂരിനെ BJP മാറ്റിയെന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. തൃശൂരിലെ വോട്ടർ പട്ടിക തയ്യാറാക്കിയത് വഞ്ചനാപരമായിട്ടാണെന്ന് VS സുനിൽകുമാർ. വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കുന്നതിനുള്ള സോഫ്റ്റ്വെയർ വോട്ട് ഇരട്ടിപ്പിന് ഇടയാക്കുമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. അവിടിശ്ശേരി പഞ്ചായത്തിലെ വോട്ടർ പട്ടികയിൽ 17 വോട്ടർമാരുടെ രക്ഷിതാവ് BJP പ്രാദേശിക നേതാവെന്ന് കണ്ടെത്തൽ. വിഭജന ഭീകരതാ ദിനാചരണം. ഗവർണറുടെ ആഹ്വാനം കേരളത്തിലെ സർവകലാശാലകളും കലാലയങ്ങളും തള്ളിക്കളഞ്ഞുവെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. സർവകലാശാലകളെ ശിഥിലീകരിക്കാൻ VC-മാർ കൂട്ടുനിൽക്കരുതെന്നും മന്ത്രി. ടോൾ നൽകിയിട്ടും ദേശീയപാത അതോറിറ്റി സേവനം നൽകുന്നില്ലെന്ന് സുപ്രീംകോടതി. സ്വന്തം അനുഭവം വിശദീകരിച്ച് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായ്. ദേശീയപാത ചാലക്കുടിയിൽ തുടർച്ചയായ 4ാം ദിവസവും ഗതാഗത കുരുക്ക് യാത്രക്കാരെ വലച്ചു. INTUC ജില്ലാ ജനറൽ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാതെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചടങ്ങിൽ നിന്നും പിന്മാറി. VD സതീശനെ DCC പ്രസിഡന്റ് വിലക്കി തിരിച്ചയച്ചുവെന്നാരോപിച്ച് INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി രംഗത്ത്. 79ാം സ്വാതന്ത്ര്യദിനാഘോഷത്തിനൊരുങ്ങി രാജ്യം. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നാളെ നടക്കുന്ന ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ മന്ത്രി ആർ ബിന്ദു ദേശീയ പതാക ഉയർത്തും. കുന്നംകുളം പന്തല്ലൂരിൽ മിന്നൽ ചുഴലിയിൽ വൻ നാശനഷ്ടം. ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് വൈദ്യുതി പോസ്റ്റ് വീണു. കൊടകര കനകമലയിൽ പാറമടയ്ക്ക് സമീപം മണ്ണിടിച്ച്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.